الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് അവയവങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ശരീരത്തിന് പൊതുവെ ആരോഗ്യമുണ്ട്. എന്നാലും ചില അവയവങ്ങൾക്ക് രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചാൽ നമ്മൾ എന്നേക്കുമായി എല്ലാം നഷ്ടപ്പെട്ടവരായി പോകാൻ തന്നെ കാരണമായേക്കാവുന്ന ചില അവയവങ്ങൾ വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളായിട്ട് റബ്ബ് തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ, അവയവങ്ങൾ എന്ന് പറയുന്ന അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും റബ്ബ് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. കണ്ണ് അനുഗ്രഹമാണ്. 2 ചെവികൾ അള്ളാഹു തന്ന അനുഗ്രഹമാണ്. സംസാരിക്കാൻ പാകത്തിൽ അള്ളാഹു നൽകിയ നാവ് അനുഗ്രഹമാണ്. കൈകാലുകൾ അനുഗ്രഹമാണ്. ന്യൂനതയില്ലാത്ത, പ്രയാസങ്ങളേതുമില്ലാത്ത വയറ്, അത് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ്. മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള അവയവങ്ങൾ, ഗുഹ്യ ഭാഗങ്ങൾ റബ്ബ് നൽകിയ അനുഗ്രഹമാണിതെല്ലാം. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അവയവങ്ങളാകുന്ന അനുഗ്രഹത്തിനെ കുറിച്ച് റബ്ബ് തീർച്ചയായിട്ടും നമ്മളോട് നാളെ ചോദിക്കുക തന്നെ ചെയ്യും. അതിന് വ്യക്തമായ മറുപടി നാം റബ്ബിനോട് പറയേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട 7ഓളം അവയവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 8ഓളം അവയവങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തന്ന വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട അവയവങ്ങൾ. അതിൽ ഒന്ന് കണ്ണാണ്. കണ്ണ് വലിയ അനുഗ്രഹമാണ്. ആ കണ്ണിനെ അള്ളാഹു നമുക്ക് ദാനമായി നൽകിയ, നിധിയായി തന്ന ആ കണ്ണുകളെ നല്ലതിനു വേണ്ടി മാത്രമാണ് നാം വിനിയോഗിക്കേണ്ടത്. നല്ലത് കാണുക, നല്ലതിലേക്ക് നോക്കുക. ഇപ്പോൾ ഖുർആൻ പാരായണം നല്ല കാര്യമാണ്. ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ പോലും കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ കണ്ണിനെ കഅബയിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഖുർആനിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുക, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. കണ്ണിനെ മോശമായ കാര്യത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ആ കണ്ണുകളെ സഞ്ചരിപ്പിച്ചാൽ തീർച്ചയായും ഈ കണ്ണുകൊണ്ട് നീ എന്തൊക്കെയാണ് കണ്ടത് എന്ന് റബ്ബിനോട് നാളെ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ സമാധാനം പറയേണ്ടി വരും. മാത്രമല്ല, കണ്ണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അൽ ഐനാനി സിനാഹുമ അന്നദുറു, കണ്ണിന്റെ 2 കണ്ണുകളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അന്നദുറു, അത് നോക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് നോക്കൽ? ആവശ്യമില്ലാത്തതിലേക്ക് നോക്കുക. കാരണം ആദ്യം ഒരു നോട്ടം നോക്കുക, പിന്നെ അതിലൂടെയാണ് പല ബന്ധങ്ങളും ഒരു പക്ഷേ വളരാൻ സാധ്യതയുള്ളത്. അപ്പം കണ്ണിനെ സൂക്ഷിച്ചാൽ ഏകദേശം ഹറാമുകളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പോലും കണ്ണിനെ ചിമ്മിക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. അത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് മാത്രമല്ല, ലോക മുസ്ലിം സ്ത്രീകളോട് മുഴുവനും നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ ചിമ്മിക്കണം എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. കാരണം കണ്ണ് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അതിനെ മോശത്തരത്തിലേക്ക് വിനിയോഗിക്കുമ്പോൾ അത് അതിനേക്കാൾ വലിയ തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക് ഒരു പക്ഷേ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത അവയവങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒന്ന് 2 കണ്ണുകളാണ്. നമ്മൾ പൊതുവെ പറയാറുള്ള ഒരു വാക്കുണ്ട്, കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറിയൂ എന്ന്. നമ്മൾ നിരന്തരമായി ഈ തുറന്നു വച്ചിരിക്കുന്ന ഈ മിഴികൾ, ഈ കണ്ണുകൾ, ഈ നയനങ്ങൾ, ഇത് നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും അള്ളാഹു കണ്ണ് എന്ന് പറയുന്ന ഈ ഒരേ ഒരു അനുഗ്രഹം എത്രമാത്രം വലുതായിരുന്നു എനിക്ക് റബ്ബ് തന്നത് എന്ന് എനിക്കും
നിങ്ങൾക്കും ബോധ്യപ്പെടുന്നത് ഈ കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ ഈ കണ്ണ് എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കണ്ണ് വലിയ അത്ഭുതമാണ്. ഈ കണ്ണുനീരിന് ഉപ്പ് രസമാണ്. എന്തിനാണ് അള്ളാഹു തആല അങ്ങനെയൊരു ഉപ്പ് രസമുള്ള ചെറിയ ജലാംശത്തിനെ കണ്ണിൻ്റെ ഉള്ളിൽ അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്? നമ്മുടെ കണ്ണുകളിലേക്ക് പലപ്പോഴും ചെറുപ്രാണികൾ പലതും വന്നു വീണ് ആ ജലാംശത്തിനോട് ചേരുമ്പോൾ തന്നെ അവകളുടെ റൂഹ് പോകുന്ന, ജീവൻ നഷ്ടമാകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അത് കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അള്ളാഹു തആല സംവിധാനിച്ചതാണ് ആ കണ്ണുനീരിൻ്റെ ആ ഉപ്പുരസവും അതിൻ്റെ ആ ജലാംശവും ഒക്കെ. മാത്രവുമല്ല, കണ്ണ് കുറച്ച് ഉള്ളിലേക്ക് അള്ളാഹു തആല ആക്കി തന്നിരിക്കുകയാണ്. എന്നിട്ട് അതിന് മറയായിട്ട്, അതിന് കാവലായിട്ട് പട്ടാളക്കാരെ പോലെ കൺപീലികളും അതുപോലെ തന്നെ അതിൻ്റെ ആ പുരുകങ്ങളും ഒക്കെ അള്ളാഹു തആല കണ്ണിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് നൽകിയതാണ്. ഇതിനെക്കുറിച്ച് തീർച്ചയായും അള്ളാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എല്ലാം അനുഗ്രഹങ്ങളാണെങ്കിൽ പോലും പണ്ഡിതന്മാർ പ്രത്യേകമായി നമ്മളോട് എണ്ണിപ്പറഞ്ഞത് കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹം വിലമതിക്കാനാകാത്ത വലിയ അനുഗ്രഹമാണത്. രണ്ടാമത്തത് ചെവിയാണ്. 2 ചെവികളാണ്. നല്ലത് കേൾക്കാനും നല്ലത് ശ്രവിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ അള്ളാഹു നൽകിയ 2 ചെവികൾ. ഈ ചെവികൾ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ 2 ചെവികൾക്ക് ഒരു ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടു പോയവർക്കാണ് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുക. ഖുർആൻ പിന്നെ കേൾക്കാൻ കഴിയില്ല, ഉമ്മ വിളിച്ചാൽ കേൾക്കാൻ കഴിയില്ല, മക്കൾ ഉപ്പച്ചി അല്ലെങ്കിൽ ഉമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ അതുപോലും കേൾക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ 2 ചെവികൾ, അതിൻ്റെ കേൾവി എന്ന് പറയുന്നത് റബ്ബ് തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്ന സമഅ, തീർച്ചയായും നിന്റെ കേൾവി, വൽ ബസറ, നിനക്ക് അള്ളാഹു നൽകിയ കാഴ്ച, വൽ ഫുആദ, നിന്റെ ചിന്തകൾ, നിന്റെ തലച്ചോറും നിന്റെ ഹൃദയവും ഒക്കെ ഉപയോഗിച്ചിട്ട് നീ ചിന്തിക്കുന്ന കുറേ ചിന്തകൾ, എത്രയോ ചിന്തകളിലൂടെ മനുഷ്യൻ എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് പോലും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അതിനെക്കുറിച്ച് മുഴുവനും റബ്ബ് നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് അള്ളാഹു തന്നെയാണ്. അപ്പോൾ വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കണ്ണാണ്, രണ്ടാമത്തത് ചെവിയാണ്. ഇതിനൊക്കെ പകരമായിട്ട് റബ്ബിനോട് നമ്മൾ അൽഹംദുലില്ലാഹ് പറയുകയും, പടച്ചവനെ മരിക്കുന്നത് വരെയും എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ ചെവികൾക്ക്, എൻ്റെ നാവിൻ്റെ സംസാരശേഷിക്കുന്നു ഒരു തകരാറും തരല്ലേ എന്ന് നമ്മൾ റബ്ബിനോട് ദ്വാരക്കണം. അതിനാണ് ഈ വിഷയം ഇങ്ങനെ നിങ്ങളോട് പറയാം. മൂന്നാമത്തെ വിലമതിക്കാനാകാത്ത അവയവങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നാവാണ്. സംസാരിക്കാൻ അള്ളാഹു നാവ് നൽകിയത് വലിയ അനുഗ്രഹമാണ്. റബ്ബിനെ സ്മരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്റ് ചൊല്ലാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിരന്തരമായി സലാം പറയാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഇതിനൊക്കെയാണ് സത്യം പറയാൻ, നന്മ പ്രചരിപ്പിക്കാൻ, ഇതിനൊക്കെയാണ് നാവ് വിനിയോഗിക്കേണ്ടത്. എന്നാൽ അധിക ആളുകളും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഹേതുവാകുന്ന, കാരണമാകുന്ന ഒരു അവയവം കൂടിയാണ് ഈ നാവ് എന്ന് പറയുന്നത്. ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയുന്നത് നാവ് കൊണ്ടിട്ടാണ്. കളവ് പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്, അതൊക്കെ ഈ നാവ് ഉപയോഗം കൊണ്ടിട്ടാണ്. അങ്ങനെ എത്രയോ ചെയ്തികൾ, തെറ്റുകൾ നാവ് ഉപയോഗിച്ചിട്ട്, നാവ് കൊണ്ട് നിരന്തരമായി ചെയ്യാണ് മനുഷ്യൻ. ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും അവസ്ഥയാണ് ഈ പറയാം. പക്ഷേ നാവിനെ സൂക്ഷിച്ചേ മതിയാവും. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നാവിനോട് കെഞ്ചുമെന്നാണ്, നാവേ നീ കാരണം ഇന്ന് ഞങ്ങൾക്ക് ഒരു ഉപദ്രവവും ഏൽക്കാൻ കാരണമാകരുത് എന്ന്. കാരണം നാവിൻ്റെ ദുരുപയോഗം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ മുഖത്തിനോ കൈകാലുകൾക്കോ മറ്റ് അവയവങ്ങൾക്കോ ഒക്കെ കേടുവരാൻ സാധ്യതയുള്ളത് ഈ നാവ് കൊണ്ടിട്ടാണ്. അപ്പം നീ സംസാരിച്ചത്, ബന്ധങ്ങൾ മുറിക്കാൻ വേണ്ടി ഈ നാവ് ഉപയോഗിച്ചത്, ഒരാളെ പരദൂഷണം പറയാനും അതുപോലെ തന്നെ ചീത്ത വിളിക്കാനും ഒക്കെ ഈ നാവ് ഉപയോഗിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ റബ്ബ് ചോദ്യം ചെയ്യും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നാവ് വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ്. ഈ നാവ് എന്തിനാണ് റബ്ബ് തന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. മരിക്കുന്ന സമയത്ത് സ്ഫുടമായി
അക്ഷരസ്ഫുടതയോടുകൂടി തെറ്റാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവ് കൊണ്ട് മൊഴിയുകയും ഖൽബ് കൊണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മരണത്തിന് വേണ്ടിയാണ് റബ്ബ് തആല നമുക്ക് ഈ നാവിനെ ഹിബത്തായി നൽകിയത്. അപ്പോൾ നമ്മൾ തെറ്റിലൂടെ ഈ ചീത്തയും അതുപോലെ പരദൂഷണവും അസൂയയൊക്കെ ഇങ്ങനെ ആയി നമ്മൾ നാവുമായി നടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്, റബ്ബേ ഈ നാവ് കൊണ്ടിട്ടാണോ ഞാൻ നാളെ വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും, ഞാനും ചിന്തിക്കണം, നിങ്ങളും ചിന്തിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറയേണ്ടെന്ന അടുത്ത അവയവം നാവാണ്. അതിനെ പരമാവധി എന്നല്ല അങ്ങേയറ്റം അതിനെ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വയറാണ്, അവൻ്റെ പള്ള. ഒരാണിൻ്റെയോ പെണ്ണിൻ്റെയോ വയറ് എന്ന് പറയുന്നത്, ആ വയറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടക്കുക. എത്ര ചെറുതും വലുതുമായ മറ്റ് അവയവങ്ങളാണ് ഈ വയറിൻ്റെ ഉള്ളിൽ. അല്ലാഹു തആല വയറുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചതുപോലെ, നൂലുകൾ ഇങ്ങനെ കോർത്തു വെച്ചതുപോലെ എത്ര സംവിധാനങ്ങളാണ് വയറിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കിട്ടുന്നതെല്ലാം കഴിക്കാനും കിട്ടുന്നതെല്ലാം കുടിക്കാനും വേണ്ടിയിട്ടല്ല സത്യത്തിൽ ഈ വയറിനെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. ഈ വയറിൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം അറിയാനാണ് റബ്ബ് നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. എന്തിനാണ് റബ്ബ് തആല ഈ 30 ദിവസം നമുക്ക് റമളാനിൽ നോമ്പ് നിർബന്ധമാക്കി? നോമ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. വിശപ്പിലൂടെ റബ്ബിനെ അറിയണം. ഈ വയറിലേക്ക് ഒരു വസ്തുവും ചെല്ലാതിരിക്കുന്ന സമയങ്ങളിലുള്ള നമ്മുടെ ആ ബേജാറ്, നമ്മുടെ വെപ്രാളം, എന്നാൽ പിന്നീട് കഴിക്കുമ്പോൾ അതിനെ എല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വയറിൻ്റെ സംവിധാനത്തിന് അല്ലാഹു തആല നമുക്ക് ആക്കി തരികയാണ്. നമ്മൾ അറിയുന്നില്ല വയറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ദഹനങ്ങളും. പിന്നെ വെള്ളം കുടിക്കുന്നു, അത് ആവശ്യമുള്ളത് ശരീരത്തിലേക്ക് വരുന്നു, ബാക്കിയുള്ളത് ഇങ്ങനെ മൂത്രമായിട്ട് വേസ്റ്റായിട്ട് പുറന്തള്ളി പോകുന്നു. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം, അതിൽ പോഷകാഹാരം നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നു, ബ്ലഡിന് വേണ്ടത് അങ്ങനെ ലഭിക്കുന്നു, വേസ്റ്റായത് അങ്ങനെ പിൻഭാഗത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. അപ്പോൾ വയറ് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതാണ്. ഈ വയറിൻ്റെ ഉള്ളിലുള്ള മറ്റ് ഏതെങ്കിലും, ഇപ്പോൾ ചെറുകുടലോ വൻകുടലോ മറ്റ് ഏതെങ്കിലുമൊക്കെ ചെറു അവയവങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ വരുമ്പോൾ അറിയാം. വൻകുടലിന് ക്യാൻസർ ബാധിച്ച, ചെറുകുടലിന് ക്യാൻസർ ബാധിച്ച എത്രയോ രോഗികൾ നമ്മുടെ പരിചയക്കാരിലും നമ്മുടെ നാടുകളിലും നമ്മുടെ മഹല്ലത്തിലും ഒക്കെ ഉണ്ടാവാം. അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സുഗമമായി നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂത്രം, അത് പോകാൻ എന്തെങ്കിലും തടസ്സം വന്നാൽ, അതിനെന്തെങ്കിലും ഒരു ന്യൂനതയോ പോരായ്മയോ വന്നാൽ അപ്പോൾ അറിയാം നമ്മുടെ വെപ്രാളം. വയറ് വേഗം വീർക്കുന്നു, വയറ് വലുതാകുന്നു, മൂത്രം പോകാത്ത ഒരവസ്ഥ, പിന്നീട് വയറ് വേദനയാകുന്നു, പിന്നെ മൂത്രസഞ്ചി പൊട്ടുന്നു, അങ്ങനെ എത്ര രോഗങ്ങൾ. അപ്പോൾ ഈ വയറിൻ്റെ ഉള്ളിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന മറ്റ് അവയവങ്ങളുടെ വലിയ സംവിധാനം, നമ്മുടെ ചിന്തകൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങൾ റബ്ബ് തആല വയറ്റിൻ്റെ ഉള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നാം എണ്ണേണ്ടതാണ്. അടുത്ത അവയവം വിലമതിക്കാനാകാത്ത അടുത്ത അവയവം ഗുഹ്യഭാഗമാണ്. മലമൂത്ര വിസർജനം, മൂത്രം വിസർജിക്കാൻ അള്ളാഹു നൽകിയ മുൻഭാഗവും അതുപോലെ തന്നെ മലവിസർജനത്തിനുള്ള പിൻഭാഗവും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലല്ലേ നമുക്ക് എണ്ണാൻ പറ്റുക. അത് വരാനൊരു പ്രയാസം അനുഭവപ്പെടുമ്പോൾ, ആ വേസ്റ്റ് പോകാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയാണ് വേദന സഹിക്കുക. അല്ലെങ്കിൽ ആ അവയവങ്ങൾ പാടെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ച, ന്യൂനത സംഭവിച്ച ഒരാൾക്ക് എത്ര സർജറി ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അതൊക്കെ വലിയ അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ കാണണം. റബ്ബിൻ്റെ ഈ സൃഷ്ടിപ്പ്, നമ്മൾ ചെന്നിരിക്കുന്നതേ നമ്മുടെ മലമൂത്രങ്ങൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അതിൻ്റെ വില നമ്മൾ അറിയുന്നില്ല ശരിക്കും. അവിടെ ആ ഭാഗത്തെങ്ങാനും ഒരു വേദന വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ രംഗത്തെക്കുറിച്ച്, ആ ഒരു അവയവത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവയവങ്ങളുടെ കൂട്ടത്തിൽ, അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതാണ് ഗുഹ്യാവയവം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ 2 കൈകാലുകൾ, 2 കൈയും കാലുകളും. കൈകാലുകൾ നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട്. മുട്ടിലിഴഞ്ഞ് നടക്കുന്ന, വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട, കൈകാലുകൾ മുറിക്കപ്പെട്ട, അത് രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്പരം തമ്മിൽ തല്ലലിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആക്സിഡന്റിലും ഒക്കെ അപകടങ്ങളിലും ഒക്കെ പെട്ടിട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് രോഗികളുടെ കഥകൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നവരാണ്. അപ്പോഴും നമ്മൾ എല്ലാ ദിവസവും റബ്ബിനോട് പറയണം, പടച്ചവനെ, ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ എൻ്റെ അവയവങ്ങൾക്ക് ഒരു തകരാറും നീ തന്നില്ലല്ലോ, അൽഹംദുലില്ലാ. എൻ്റെ കൈ ഇന്ന് സുരക്ഷിതമാണ്, എൻ്റെ കാലിന്ന് സുരക്ഷിതമാണ്. പക്ഷേ ഈ കാലിൻ്റെ മുട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, മുട്ട്. നമ്മൾ സുഗമമായി നടക്കാനും എഴുന്നേൽക്കാനും ഉപയോഗിക്കുന്ന ഈ മുട്ടിന്, ആ ചിരട്ടയ്ക്ക് ഒരു തകരാറ് സംഭവിച്ചാൽ പിന്നെ അതിൻ്റെ സർജറിക്ക് ലക്ഷങ്ങൾ ചിലവഴിക്കണം. ഒരു പക്ഷേ നേരെയാവാം, ഒരു പക്ഷേ അതോടുകൂടി പിന്നെ കിടപ്പിലായേക്കാം. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്, റബ്ബ് നമുക്ക് നൽകിയ ആ അനുഗ്രഹങ്ങൾ. നമ്മൾ കേട്ടിട്ടില്ലേ, ആക്സിഡന്റിലൊക്കെ പെട്ടിട്ട് കാലിൽ കമ്പിയിടുന്ന ഒരവസ്ഥ, എല്ലൊക്കെ പൊട്ടിപ്പോയിട്ട് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ കമ്പി കാലിലേക്ക് ഇടുകയാണ്. അത് ഇടുന്ന വേദന വേറെ, പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ ഉള്ള വേദന മറ്റൊരു വേദന. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ കൈകാലുകളുടെ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കെ. നമ്മുടെ കൈകൾ ഇങ്ങനെ അനങ്ങുന്നു, ഇങ്ങനെ മടക്കാനുള്ള ജോയിന്റുകൾ, എല്ലുകൾ, ബലക്ഷയമില്ലാത്ത കൈകാലുകൾ, നടക്കാനും ഓടാനും ആവശ്യാനുസരണം തിരിക്കാനും മറിക്കാനും ഒക്കെ കഴിയുന്ന ഈ കൈകാലുകൾ, ഇത് റബ്ബ് തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലേക്ക് നാം എണ്ണേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് ഈ കൈകാലുകൾ, ഈ കണ്ണ്, ഈ ചെവി, ഈ നാവ്, ഈ വയറ്, ഇതിൻ്റെ ഉള്ളിൽ, ഈ നെഞ്ചകത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു തന്ന ഹൃദയം, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹൃദയം. വലിപ്പം ഒരു കൈവെള്ളയിൽ കൊള്ളാൻ ഉതകുന്ന വലിപ്പമേ ഹൃദയത്തിന് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ എങ്കിലും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ് ഹൃദയം എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക, നബിയെ, അങ്ങയുടെ ഹൃദയത്തിനെ നാം വിശാലമാക്കി തന്നില്ലയോ, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് ഹൃദയ വിശാലത അങ്ങയ്ക്ക് നാം ചെയ്തു തന്നില്ലയോ എന്ന്. ഇത് റബ്ബിൻ്റെ അനുഗ്രഹമാണ്. ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് നിലച്ചാൽ, ഇതിൻ്റെ ആ സ്പന്ദനം ഒന്ന് നിലച്ചു പോയാൽ പിന്നെ നമ്മൾ പറയുന്നത് സ്പന്ദനം എന്നല്ല, സ്തംഭനം എന്നാണ്. ഹൃദയം സ്തംഭിച്ചു പോയി. ഓനെങ്ങനെ മരിച്ചത്? ഓന് ഹൃദയസ്തംഭനമായിരുന്നു, ഓന് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഹൃദയം ഉൾപ്പെടുന്ന കണ്ണ്, ചെവി, നാവ്, കൈകാലുകൾ, ഗുഹ്യഭാഗം, വയറ്, തലച്ചോറ് ഉൾപ്പെടുന്ന മുഴുവൻ അവയവങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ഓരോ അനുഗ്രഹത്തിന് പകരമായി റബ്ബിനോട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ദുആ അരക്കുമ്പോൾ നമ്മളും റബ്ബുമല്ലാതെ മറ്റാരും കാണാത്ത ഇബാദത്തുകളിൽ രാത്രിയും പകലുമായി രഹസ്യപരസ്യമായ ആരാധനകളിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മൾ പറയണ റബ്ബിനോട്, പടച്ചോനെ, ഈ കാഴ്ച നീ തന്ന അനുഗ്രഹമാണ് റബ്ബേ. ഞാൻ ഈ നിന്നിലേക്ക് നീട്ടുന്ന ഈ കരങ്ങൾ, 2 കൈകൾ, അത് നീ തന്ന അനുഗ്രഹമാണ് റബ്ബേ. ഞാൻ നടന്ന് പള്ളിയിലേക്ക് പോകുന്നത്, ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നടന്നു പോകുന്ന എൻ്റെ ഈ കാലുകൾ, അത് നീ തന്ന അനുഗ്രഹം. അൽഹംദുലില്ലാ. ഇതിൻ്റെ ആരോഗ്യം, ഈ കൈകാലുകളുടെ ആരോഗ്യമെങ്ങാനും പാതി വഴിയിൽ നീ തിരിച്ചെടുത്താൽ പിന്നെ ഞാൻ കിടക്കുന്ന രോഗിയാണ്, പിന്നെ ഞാൻ കിടപ്പ് രോഗിയായിട്ട് എൻ്റെ സമൂഹം വിലയിരുത്തുകയാണ്. നീ തന്ന വയറിൻ്റെ ഉള്ളിൽ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകൾ നിരന്തരമായി സംഭവിച്ചാൽ ഞാൻ പിന്നെ രോഗി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എത്ര ശുക്ർ നമ്മൾ തിരിച്ച് റബ്ബിനോട് നമ്മൾ ചെയ്യണം. എത്രയോ കാലങ്ങളായി നമ്മൾ ജീവിക്കുന്നു, വർഷങ്ങളായി. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ 30, 35, 40, 50, 60, 70 വയസ്സ് ചെന്നവരൊക്കെ ഉണ്ടാവാം. ഇത്രയും വർഷക്കാലമായിട്ട് ഈ കൈക്ക്, ഈ കാലുകൾക്ക്, ഈ ഹൃദയത്തിന്, ഇതിനൊന്നും റബ്ബ് ഒരു തകരാറും തന്നിട്ടില്ല. ഒരു സെക്കൻഡ് റബ്ബ് ഒരു തകരാറ് തന്നാൽ പിന്നെ നമ്മൾ ഒന്നുമല്ലാതെ
കട്ടിലിന്മേൽ മലർന്നു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അള്ളാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഓരോ അവയവത്തിന് പകരമായിട്ടും തിരിച്ച് 100 കണക്കിന് ശുക്ർ, നന്ദി റബ്ബിനോട് ചെയ്യുന്നവരായി ഞാനും നിങ്ങളും മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന നല്ല അടിമകളാക്കി റബ്ബ് തആല നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ എന്ന ദുആയോടുകൂടി ഊസിക്കും ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.